ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സെറ്റ് സാരിക്കും പട്ടുടുപ്പിനും ഒക്കെ ചേരുന്ന ഒരു കരിമണി മോഡൽ മാലയാണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഫസ്റ്റ് ഞാനൊരു ക്രിസ്റ്റൽ ബീഡ് എടുക്കുക. ബ്ലാക്ക് കളർ ക്രിസ്റ്റൽ ബീഡാണ് എടുക്കുന്നത്. സ്മാൾ സൈസ് ക്രിസ്റ്റൽ ബീഡാണ് ഞാൻ എടുക്കുന്നത്. എക്സ്ട്രാ സ്മാൾ ഉണ്ട്, നമുക്ക് മാലയ്ക്ക് വേണ്ടിയിട്ട് സ്മാൾ സൈസ് മതി. പിന്നെ ഞാൻ എടുക്കുന്നത് ഗോൾഡൻ ബീഡ്സ് ആണ്. നമ്മൾ ക്രിസ്റ്റൽ ബീഡിനെയും കാട്ടി കുറച്ചും കൂടി ചെറുതായിരിക്കണം ഗോൾഡൻ ബീഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ചക്കിരി എടുക്കുന്നുണ്ട്. അത് ഒരു ഫ്ലവറിങ് ക്യാപ്പ് കണക്കിരിക്കുന്ന ബീഡാണ്. ഇതിന് ഈ ബീഡ്സിൻ്റെ രണ്ടിൻ്റെ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെയൊക്കെ ഇടയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണിത്. പിന്നെ ഒരു പെൻഡന്റ് ബേസ് എടുത്തിട്ടുണ്ട്. നമുക്ക് മാലയ്ക്ക് ലോക്കറ്റിന് വേണ്ടിയിട്ടാണ് ഈ ബേസ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിലെങ്ങനെ ബീഡ്സ് കൊരുക്കാമെന്ന് കാണിച്ചു തരാം. പിന്നെ ഞാൻ ജംറിങ് എടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളർ വയർ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ ഗോൾഡൻ വയർ ഇല്ലെങ്കിൽ തങ്കൂസ് മതി, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സാധാ നമ്മൾ ത്രെഡ് വീട്ടിൽ കാണുമല്ലോ, അത് മതി. പിന്നെ ഞാൻ എടുക്കുന്ന ചെറിയൊരു ബീഡാണ്. ഇതിൻ്റെ പേരാണ് സ്റ്റോപ്പർ എന്നും പറയും, ടൈറ്റർ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ ഈ മാലയും ബ്രേസ്ലെറ്റും ഒക്കെ നമ്മൾ ടൈറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണിത്. വലിയ ഹോളാണ് ഈ ബീഡിന്. പിന്നെ ഞാനൊരു കട്ടർ എടുത്തിട്ടുണ്ട്, പ്ലെയറും എടുത്തിട്ടുണ്ട്. പിന്നൊരു ഹൂക്കും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഗോൾഡൻ വയർ നല്ല മടക്കി എടുക്കുകയാണ്. രണ്ടായിട്ട് മടക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ നിന്ന് കുറച്ചും കൂടി 2 ഇഞ്ച് കൂടുതലെങ്കിലും നമ്മൾ എടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ബീഡ്സ് എല്ലാം നല്ല ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇറക്കം കിട്ടത്തുള്ളൂ. പിന്നെ അതിൽ ഞാൻ ജംറിങ് ഇതുപോലെ ചുറ്റി വെക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് ടൈറ്റേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഇതുപോലെ ജംറിങ് ചുറ്റി വെച്ചാൽ മതി. ജംറിങ്ങിൻ്റെ അകത്തൂടെ വയർ എടുക്കുകയാണ്. ഇതുപോലെ എടുത്ത് നല്ല ടൈറ്റായിട്ട് വയ്ക്കണം. ജംറിങ് നല്ല ടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൽ ബീഡ്സ് ഒരുക്കാം. ഫസ്റ്റ് ഞാൻ ഗോൾഡൻ ബീഡ്സ് ആണ് എടുക്കുന്നത്. ഗോൾഡൻ ബീഡ്സ് ഇട്ടതിന് ശേഷം ഞാൻ ഒരു ചക്കിരി ബീഡാണ് വെക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇതാണ് വെക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ക്രിസ്റ്റൽ ബീഡ് വെക്കുകയാണ്. ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും. ഈ ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ട് പിന്നെ ഒരു ചക്കിരിയിലും പിന്നെ ഗോൾഡൻ ബീഡ് ഇങ്ങനെ മാറി 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 ഒരു 2-3 പ്രാവശ്യം അതുപോലെ മാറി മാറി ഇട്ടിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് 2 ക്രിസ്റ്റൽ ബീഡ് വെച്ചിടുന്നു. ഒരു ഗോൾഡ് ബീഡും പിന്നെ ചക്കിരി, ക്രിസ്റ്റൽ ബീഡ്, പിന്നെ ഒരു ചക്കിരി, പിന്നെ ഒരു ക്രിസ്റ്റൽ ബീഡ്, പിന്നെ ഒരു ചക്കിരി, പിന്നെ ഒരു ഗോൾഡ് ബീഡ്. അങ്ങനെ നമ്മളിടെ നമുക്ക് ആ ഗോൾഡ് ബീഡിന് ഇതിൻ്റെ ഇടയ്ക്ക് ക്രിസ്റ്റൽ ബീഡ് നല്ല ഗ്ലേസിങ് ആയിട്ടിരിക്കണം. അതിനാണ് 2 ക്രിസ്റ്റൽ ബീഡ് വെച്ച് ഇടുന്നത്. അതുപോലെ കരിമണി മാല എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലാക്ക് കുറച്ച് എക്സ്പോസ് ചെയ്ത് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാല കൊരുത്ത് കഴിഞ്ഞു. ഇനി നമുക്കതെങ്ങനെ ലോക്ക് ചെയ്യണമെന്ന് നോക്കാം. അതിന് ഞാൻ ഫസ്റ്റ് ടൈറ്റർ ഇടുകയാണ്. ഈ ബീഡാണ് ടൈറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ഇടുകയാണ്. ടൈറ്റർ നമ്മൾ ബീഡ് ഇടുന്നതൊക്കെ തന്നെ 2 വയറും കൂടി ചേർത്താണ് ഇതുപോലെയാണ് ഇടുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൽ ജംറിങ് ഇടുകയാണ്. അത് ഒരു വയറിൽ എന്ന് വെച്ചാൽ ഒരു വയറിൽ ജംറിങ് ഇട്ടിട്ട് മറ്റേ വയറ് അകത്തൂടെ ഇതുപോലെ കയറ്റി ഒരു ചുറ്റണം. കണ്ട, ഇതുപോലെ ചുറ്റണം. ഈ ചുറ്റിയിട്ട് ആ 2 ഭാഗവും കൂടി ആ 2 എൻഡും കൂടി നമ്മൾ ടൈറ്ററിൻ്റെ അകത്തൂടെ എടുക്കണം. ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഇതുപോലെ അപ്പുറം ഇപ്പുറം ക്രോസ് ആയിട്ടിരിക്കും. എന്നിട്ട് ആ എൻഡ് പോർഷൻ ഇതുപോലെ ടൈറ്ററിനകത്തോട്ട് ഇടണം. ടൈറ്ററിന് വലിയ ഹോളാണ്. ഇതിന് നല്ല എളുപ്പത്തിന് കയറിപ്പോവും. ഞാൻ ഒരു ചക്കിരയും കൂടി ചേർത്താണ് അതിടുന്നത്. എന്നിട്ട് ടൈറ്ററിൽ ഇട്ട് കഴിഞ്ഞ് എന്നിട്ട് ആ ടൈറ്റർ ഈ പ്ലെയർ കൊണ്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. നല്ല ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. നല്ല ടൈറ്റായി കഴിഞ്ഞ് കണ്ട ആ ബീഡ് ഇപ്പം നല്ല ടൈറ്റായി ഇറുകി ഇരിക്കുക. ബാക്കി വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ബാക്കി വയറെന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്.
അവസാനം നമ്മൾ മാലയിൽ ലോക്കിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ഹൂക്കിടണം. ഉണ്ടോ, നമ്മൾ ടൈറ്ററും എല്ലാം നല്ല ടൈറ്റായിട്ടിരിക്കുക, ലോക്കായി. ഇനി നമുക്കിതിൽ പെൻഡൻ എങ്ങനെ കൊരുക്കുന്നത് നോക്കാം. ഹൂക്കും ഇടണം. നമുക്ക് പെൻഡൻ ഇടാൻ 2 രീതി ഇതിലുണ്ട്. ഒന്ന്, ഹൂക്കും കൂടെ ചേർത്തിട്ട് ആ ഹൂക്കിൻ്റെ സെൻറ്ററിലായിട്ട് ആ പെൻഡൻ കൊരുക്കാം. ഫസ്റ്റ് ഇതാ ഹൂക്ക് ഇതാ ഇതുപോലെ ഇളക്കി, നമ്മൾ സാധാ മാലയിൽ ഹൂക്ക് ഇടത്തില്ല, അതുപോലെ തന്നെ ഇടുന്നത്. നമ്മൾ കൈ കൊണ്ട് ടൈറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ പ്ലെയർ ഉണ്ടായതിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ അതുകൊണ്ട് ടൈറ്റ് ചെയ്തെന്നേ ഉള്ളൂ. നമ്മൾ സാധാ മാല ഇടുന്ന കണക്ക് ഹൂക്ക് ഇട്ടാൽ മതി. ഇനി ആ ഹൂക്കിൽ വേണമെങ്കിൽ നമുക്ക് പെൻഡൻ്റ് ഇടാം. അല്ലാതെ ഈ മാലയിലെ കറക്റ്റ് സെൻറ്ററിലായിട്ട് 2 ചക്കിരി ഞാൻ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്, അതിലും ഇടാൻ പറ്റും. നമ്മൾ വലിയവർക്കാണെങ്കിൽ ആ ഹൂക്കിൽ ഇടുന്നതായിരിക്കും ഭംഗി എന്ന് പറയുന്നത്. കൊച്ചു പിള്ളേർക്കാണെങ്കിൽ ആ 2 ചക്കിരിയുടെ ഇടയിൽ കൂടി ഇടുന്നതായിരിക്കും ഭംഗി എന്ന് പറയുന്നത്. കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഞാൻ ആ 2 ചക്കിരിയും വച്ചേക്കുന്നത്. ഇനി നമ്മൾ ഈ പെൻഡൻ കൊരുക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ആ പെൻഡൻ്റെ ഓരോ ലീഫിൻ്റെയും സെൻറ്ററിൽ ഓരോ കമ്പി ഉണ്ടല്ലേ, ആ കമ്പി ഇതാ ഇതുപോലെ മുകളിലോട്ട് എടുത്തിട്ട് നമ്മൾ ഏത് ക്രിസ്റ്റൽ ബീഡാണോ ആ ക്രിസ്റ്റൽ ബീഡ്, ആ കളർ ക്രിസ്റ്റൽ ബീഡ് തന്നെ നമുക്ക് അതിനകത്തോട്ട് വയ്ക്കാം. എന്നിട്ട് നല്ല പ്രസ് ചെയ്ത് ആ കമ്പി അകത്തോട്ടാക്കി കൊടുത്താൽ മതി. കണ്ടോ, നമ്മളെ പെൻഡനിലും ബീഡും ഇട്ട് കഴിഞ്ഞു. കുറച്ചും കൂടെ വലിയ ബീഡാണെങ്കിൽ ഈ പെൻഡനിൽ കയറാൻ പാടായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്മാൾ സൈസ് ബീഡ് കറക്റ്റായിരുന്നു. എക്സ്ട്രാ സ്മാളും വേണ്ട, സ്മാൾ സൈസ് മതി നമുക്ക് ക്രിസ്റ്റൽ ബീഡ്. ഇതാ ഇതുപോലെയാണ് കൊരുക്കുന്നത്. ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് പെൻഡനിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ബീഡ് കൊരുക്കാൻ പറ്റും. ഇപ്പോൾ കരിമണി മാല ആയതുകൊണ്ട് അതിന് ആപ്റ്റായിട്ടുള്ളൊരു ലോക്കറ്റ് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഈ മാല ചെയ്യാൻ പറ്റും. നമ്മളെ കുട്ടികൾക്ക് അത് ഇട്ട് കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ഞാൻ എല്ലാ ലീഫിലും ക്രിസ്റ്റൽ ബീഡ്സ് ഇടുന്നുണ്ട്. നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇതാണ് നമ്മളെ പെൻഡൻ. നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. എനിക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായതുകൊണ്ട് തന്നെ എനിക്ക് ഈ പെൻഡൻ കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം കറക്റ്റ് എനിക്ക് ആപ്റ്റായിട്ടുള്ളൊരു പെൻഡൻ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇനി ഞാൻ ഈ ഹൂക്കിലാണ് പെൻഡൻ കൊരുക്കുന്നത്. ഇൻ കേസ് ഹൂക്കിൽ കൊരുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇത് 2 ചക്കിരി ഞാൻ അവിടെ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്, അതിലും നമുക്ക് പെൻഡൻ കൊരുക്കാം. ഇപ്പം ഞാൻ ഈ ഹൂക്കിലാണ് കൊരുക്കുന്നത്. നമ്മളിത് ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സാരിയിലൂടെയൊക്കെ ഇടുകയാണെങ്കിൽ ഹൂക്കിൽ കൊരുത്താലേ അതിന് ഭംഗി കാണത്തുള്ളൂ. അല്ലെങ്കിൽ കൊച്ചുങ്ങളെ മാലകളൊക്കെ എടുക്കും. ഇതുപോലെ ഹൂക്കിൽ കൊരുത്ത് നല്ല ടൈറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. നമ്മുടെ മാല റെഡിയായി കഴിഞ്ഞു. എല്ലാം ആയി. നമുക്ക് നല്ല കറക്റ്റ് കളറിലെ പെൻഡനും നമുക്ക് ഇടാൻ പറ്റി. ഈ വിഷുവിന് നല്ലൊരു സെറ്റ് സാരിക്ക് നല്ലൊരു മാല എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ കൂട്ടുകാരെ, ബൈ.